2014 മോഡൽ തണ്ടർബേർഡ് സ്റ്റോം ട്രയംഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1700 cc വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 12,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി കവർ ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്ന വണ്ടിയുണ്ടാവും. വണ്ടി നോക്കി നല്ല ക്വാളിറ്റി നിൽക്കണം. നമുക്ക് ഏത് പാർട്സ് നോക്കിയാലും യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ ഒരു പഴമയോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഇത് നിലവിൽ വാഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്യാതെ ഈ ഒരു ഫ്രഷ്നെസ് നോക്കി വണ്ടിയിൽ നിൽക്കണം. അതുകൂടാതെ തന്നെ യാതൊരു രീതിയിലുള്ളൊരു ലാഗോ കാര്യങ്ങളോ ബാറ്ററിയിൽ സംഭവങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് നമുക്കൊരു ക്രൂസ് ചെയ്ത് പോകാനുള്ള ആ ഒരു കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ സിംഗിൾ സീറ്റാണ് വന്നേക്കണം. അതുകൂടാതെ തന്നെ നമുക്ക് ഡ്യുവൽ ട്വിൻ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വണ്ടിയുടെ ബാക്കിയുള്ള ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കോട്ടൊക്കെ വന്നിട്ട് നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഒരു ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻട്രോയിൽ പറയാനുള്ളത്. ഇനി നമുക്കിനി ഓരോ ഭാഗങ്ങളിലേക്ക് പോകാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വാഹനം, ട്രയംഫിൻ്റെ തണ്ടർബേർഡ് സ്റ്റോം. വണ്ടി നോക്കാം, വണ്ടിയുടെ ക്വാളിറ്റി നോക്കാം. യാതൊരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് വണ്ടി കിട്ടുന്നില്ല. ഓക്കെ, നല്ല പക്ക നീറ്റായിട്ടിരിക്കുന്ന വണ്ടി കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കൊന്ന് പോയേക്കാം. ലാമ്പൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു മെറ്റൽ പാർട്ട് നോക്കാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല പക്ക കണ്ടീഷനിലിരിക്കണം. അതേപോലെ തന്നെ താഴെ നമുക്ക് ഇവിടെ ഡിസ്കും കാര്യങ്ങളൊക്കെ നോക്കാം. ടയറിൻ്റെ കണ്ടീഷൻ നോക്കാം. ടയറൊക്കെ നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഡ്യുവൽ സൈലൻസറിൻ്റെ ഒരു ക്വാളിറ്റി നോക്കാം. ഇതിന് റസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. സ്റ്റോമിൻ്റെ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കണം. ഇപ്പോൾ നമുക്ക് പെഡൽസും കാര്യങ്ങളൊക്കെ നോക്കാം. പെഡൽസൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ക്രാഷ് കാർഡായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. പിന്നെ വിശാലമായിട്ടുള്ള ഒരു ടാങ്ക് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. വണ്ടി ജസ്റ്റ് 12,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഡുവൽ ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഹാൻഡിൽസ് നോക്കാം. ഹാൻഡിലുണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഹാൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഡിസ്ക് നോക്കാം. ഡിസ്കിനൊന്നും യാതൊരു രീതിയിലുള്ള കംപ്ലയിൻറ്റോ കാര്യമില്ല. ഫോക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ അലോയ്സും ടയർ കണ്ടീഷനൊക്കെ നോക്കാം. ടയറൊക്കെ നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. അത് റേഡിയേറ്റർ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വേറെ ഒന്നും നമുക്ക് വാഹനത്തിൽ കൂടുതലായിട്ട് കാണാനില്ല. പിന്നെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ ഓൾറെഡി വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായി. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബെൽറ്റും കാര്യങ്ങളും നോക്കാം. ബെൽറ്റിൻ്റെ ക്വാളിറ്റി നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ട്രയംഫിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു തണ്ടർബേർഡ് സ്റ്റോം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വെറും 12,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കണ്ട. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു തണ്ടർബേർഡ് സ്റ്റോം 2014 വെറും 12,000 കിലോമീറ്റർ ഓടിക്കണ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 8 ലക്ഷം രൂപയാണ്. 8 lakhs നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. വളരെ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. അത് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാട്സാപ്പോ മെസ്സേജോ കാര്യങ്ങൾ അയക്കാം. വണ്ടി നിലവിൽ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ബൈക്ക് വീഡിയോസ് നമ്മൾ ഇതുപോലെ സൂപ്പർ ബൈക്സ് മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുള്ളൂ. നോർമൽ ബൈക്സും കാര്യങ്ങളും വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് വരുന്നത്. കാർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഫോളോ ചെയ്തേക്കാം. നമ്മൾ ഡെയിലി അപ്ലോഡ്സ് ആയിട്ട് കാറിൻ്റെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.